രാവിലെ പൂരി ഉണ്ടാക്കുന്നത്. അപ്പം പൂരിക്ക് ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് വെച്ചു. അപ്പോൾ ചായയൊക്കെ ഇവിടെ റെഡിയായി. ചായ ഒന്ന് ഞാൻ തീ കുറച്ചിട്ടിട്ട് കൊച്ചിനെ വിളിക്കാനായിട്ട്, അവനെ ഒരു 5:15 ആകുമ്പോഴത്തേക്ക് ഞാനൊന്ന് വിളിക്കും. അപ്പം ഇത് കുടിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ അവനെ വിളിക്കുന്നത്. അപ്പോൾ അവൻ ഇതൊന്ന് കൊടുത്തിട്ട് വരട്ടെ. അതിനുശേഷം പിന്നെ ഞാൻ പൂരിക്കുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടിട്ട് ഒരു 10 പൂരി ആദ്യം ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് അത് ഇത്രയും പരത്തി വെച്ചിട്ട് അതുണ്ടാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും അതുപോലെ ഉണ്ടാക്കും. പൂരിയുടെ കൂടെ കടലക്കറിയാണ് അവർക്ക് ടിഫിൻ കൊണ്ടുപോകാനായിട്ട്, കൊച്ചവന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് പൂരിയും ടൊമാറ്റോ സോസും കൂടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം നല്ല ചൂടോടുകൂടി ഉണ്ടാക്കുന്നത് ഞാൻ കൊടുക്കുന്നുമുണ്ട്. ഇത് ഇന്നലെ വൈകിട്ട് വാങ്ങിച്ച് ഞങ്ങൾ വെളിയിൽ പോയിടണേ വണ്ടിക്കാരുടെ ഇങ്ങനെ പേരൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അത് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് തിരിച്ചു വന്ന് ചോദിച്ചോണ്ടേ കിലോ 100 രൂപ. അപ്പോൾ കണ്ടണം നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ 1 കിലോയുടെ വാങ്ങിച്ച്. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെ ഒരു മസാലയുണ്ട്, ഉപ്പും ഒരു മസാലയൊക്കെ. ഈ പേരക്കയും ആപ്പിളിൻ്റെ അകത്തൊക്കെ ഈ ഉപ്പും ഇച്ചിരി ഉപ്പ് ഇങ്ങനെ ഒത്തിരി അല്ല, കുറച്ച് ഉപ്പ് ഇങ്ങനെ തടവി തിന്നുവാണെങ്കിൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിത് കുറച്ച് നേരം ഉപ്പും വിനാഗിരി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. ഇപ്പം കഴുകി എടുത്ത് വെള്ളം വാലാനായിട്ട് വെച്ചത്. അപ്പം ഞാനൊന്ന് കണ്ടിച്ച് നോക്കിയോണ്ടേ കളർ അങ്ങനെ ഇല്ലെങ്കിലും തിന്നാൻ നല്ല മധുരമായിരുന്നു. അപ്പം ഞാനതൊന്ന് കണ്ടിച്ച് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് അയല മീനുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി കഴുകിയെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ളത് ചേർത്ത് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മൂത്ത് വന്നോണ്ടേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പുളിവെള്ളവും ഉപ്പും എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പൊന്ന് തിളച്ച് വന്നിട്ട് മീൻ പറക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനൊക്കെ നമ്മുടെ മീനൊക്കെ റെഡിയായി വരും, സെറ്റായിട്ട് വരും. ഇപ്പം ഞാൻ തൈര് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ചെടുത്ത് അതും ഒന്ന് അടപ്പത്ത് വെച്ച് ചൂടാക്കി വെച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് ചൂടാക്കി എടുത്തായിരുന്നു. അതിൽ നിന്നിങ്ങനെ പുക പോലൊക്കെ വരാറായതുകൊണ്ട് പിന്നെ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇവിടെ മൂത്താക്ക് മോരുകറി, എത്ര കറി ഉണ്ടെങ്കിലും മോരുകറി ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പം മോരുകറി വെക്കുവാണെങ്കിൽ അതൊരു 3-4 ദിവസത്തേക്കിനൊക്കെ നമുക്ക് കാണും. പിന്നെ വേറൊരു കറിയും കൂടെ അങ്ങ് അതിൻ്റെ ടെൻഷനില്ല. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്കിന് ചട്ടിയിലൊക്കെ ഇരുന്ന് നന്നായിട്ട് അതങ്ങ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ തോരനും ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം റെഡിയായി. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.